വാഴൻ്റെ വെട്ടിക്കൊണ്ടിരുന്നിട്ട് ഇത് സദ്യ എന്നാരും തെറ്റിയിരിക്കണ്ട, ഇതല്ലുണ്ണി, ഇത് വേറൊരു ഐറ്റാണ്. അപ്പോൾ സംഭവം വേറെ ഒന്നല്ല, ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് മീൻ പൊള്ളിക്കാൻ പോവാണ്. അപ്പോൾ മീൻ പൊള്ളിക്കുന്ന റെസിപ്പി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ കാണുന്ന മീനായിട്ട് ഇന്ന് നമ്മൾ പൊള്ളിക്കാൻ പോകുന്നത് ഇത് വേറെ ഒന്നുമില്ല, നമ്മുടെ വറ്റയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇത് വറ്റാന്ന് പറയാം, നിങ്ങളുടെ നാട്ടിൽ എന്താണുള്ളത് കമൻറ്റ് കേട്ടോ. എന്നാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങിയല്ലേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം, എന്നാലേ ഫുൾ റെസിപ്പി മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വറ്റമീൻ എടുത്തിട്ട് നമ്മൾ നോർമൽ മസാല, വീട്ടിൽ ഉപയോഗിക്കുന്ന നോർമൽ മസാല തേച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് വെക്കുക. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ മീൻ എടുത്തിട്ട് ഇതേപോലെ നല്ല തിളച്ച എണ്ണയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, കരിയാണ്ട് നോക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ ഇസാഖ് ബായിൻ്റെതാട്ടോ, മൂപ്പരാണ് നമുക്ക് ഇന്ന് റെസിപ്പി പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡ് വെന്ത ശേഷം അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്കിത് കോരി എടുക്കണം കേട്ടോ. കോരി എടുക്കുമ്പോൾ മീൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അത് പൊട്ടാണ്ട് നോക്കണേ. അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഇനിയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ പൊള്ളിക്കുന്നതിൻ്റെ റെസിപ്പി എന്താണുള്ളത് അടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. ഇതേപോലെ ഫോയിൽ പേപ്പർ സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇനി അടുത്ത കലാപരി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു വാഴയിലയുടെ കഷ്ണം എടുത്തിട്ട് നേരെ നമ്മൾ വിരിച്ച് വെച്ച ഫോയിലിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഇതിലത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മീൻ പൊള്ളിക്കുന്നതിൻ്റെ മസാലയാണ്. അപ്പോൾ മസാല എടുത്തിട്ട് ഇതേപോലെ എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കണം. അപ്പോൾ മസാല എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ ഇസാഖ് ബായിനോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഇസാഖ് ബായി പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മസാല എന്തൊക്കെയാണ്? മുളക് പൊടി, മല്ലിപ്പൊടി, കോൺഫ്ലവർ, പിന്നെ ജീരകപ്പൊടി ഉണ്ടായില്, വെളുത്തുള്ളി, ഇഞ്ചി, എല്ലാവരും മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ എടുത്തിട്ട് നമ്മുടെ മസാലയിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ മീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മീൻ പൊട്ടിപ്പോയരുത്. അപ്പോൾ നേരെ എടുത്തിട്ട് നമ്മുടെ മസാലയിലേക്ക് വെച്ചെടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള മസാല അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡായി കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ സ്പ്രെഡായി കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മീനിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യണം കേട്ടോ. നമ്മൾ മസാല വെച്ചിട്ട് മീനിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൊരു വാഴൻ്റെ ഇലയുടെ കഷ്ണം വെച്ചിട്ട് നമ്മുടെ ഫോയിൽ പേപ്പറില്ലേ അത് വെച്ചിട്ട് ഇത് മൊത്തം കവർ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്യണേ. അപ്പോൾ ഇതുപോലെ കവർ ചെയ്തെടുക്കണം, നല്ല ടൈറ്റ് ഫിറ്റാക്കിയിട്ട് തന്നെ കവർ ചെയ്യണം കേട്ടോ. നമ്മുടെ വാഴൻ്റെ ഇല പുറത്തേക്ക് വരാത്ത രീതിയിൽ കവർ ചെയ്യണേ. ഫോയിൽ പേപ്പർ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ തന്നെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഇതേപോലെ നല്ല ടൈറ്റായിട്ട് അതിൻ്റെ പുറത്തു കൂടെ ഒരു കെട്ട് കെട്ടണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോരും. അപ്പോൾ ഇതേപോലെ നല്ല ടൈറ്റ് ഫിറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ചെമ്പെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായി തിളപ്പിക്കണം. ആ തിളപ്പിക്കണ ആവിയിൽ വെച്ചിട്ടാണ് നമ്മളിത് പൊള്ളിക്കട്ടോ. അപ്പോൾ ഇതേപോലെ മൂടി വെച്ചിട്ട് നന്നായി തിളപ്പിക്കുക. അപ്പോൾ വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കെട്ടി വെച്ച മീനെടുത്തിട്ട് അതിലേക്ക് വെച്ചെടുക്കുക. അപ്പോൾ വെച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ തിളച്ച് വന്ന വെള്ളത്തിൽ ഡയറക്റ്റ് വെക്കരുത്. അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മീൻ വെച്ചെടുക്കുക. അപ്പോൾ അത് സെറ്റായിട്ട് ഇരുന്നോളും. എന്നിട്ട് അതിൻ്റെ രാവിലാണ് ഇത് വെന്ത് വരട്ടോ. അപ്പോൾ ഇതുപോലെ സെറ്റാക്കിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ച ശേഷം നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ കുറച്ച് റൈസും കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. മോനെ ഇതിൻ്റെ സ്മെല്ലാണ്. എൻ്റെ മോനെ ചെക്കന്മാരൊക്കെ ഉണ്ടോ, ജുനൈദ്, ഇലാനി, പാരിസുണ്ട്. അതാ കഴിച്ചോക്കാം. വെയിലല്ലേ അടിപൊളി. ഏകദേശം ഒരു 5 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ ഫിഷ്. കഴിക്കടാ. അപ്പോൾ മറ്റവരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.